എന്നെ പലരും ആരാധിക്കുന്നുണ്ട്. എവിടെ ആര് കണ്ടാലും എപ്പോഴാ ഇറങ്ങി എപ്പോഴാ പോകുന്നു. പണ്ട് ചെറുപ്പത്തിൽ എപ്പോഴോ കിട്ടിയതാണ്. ഇപ്പൊ അടുത്തൊന്നും ഒന്നും കാണാറില്ല. നമ്മള് റീൽസിലൊക്കെ ഇങ്ങനെ കുറെ കാണുമെങ്കിലും എന്റെ അടുത്തേക്ക് ആദ്യമായിട്ട് വരുന്നത് നിങ്ങളാണ്. മുക്കുത്തി എടുക്കണം എന്ന് കുറെ ആയി വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നിങ്ങളെ ശിവകാന്തി ജ്വല്ലറിയിൽ തന്നെ എടുക്കാം. ഈ വർഷത്തെ ഓണത്തിന്റെ ഫസ്റ്റ് ട്രീറ്റ്. താങ്ക് യു സോ മച്ച്. ഹസ്ബൻഡ് ഉണ്ട്, ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ നേരത്തെ നിങ്ങളെ കണ്ടിരുന്നു, പക്ഷെ നമ്മൾ എന്താ പ്രോഗ്രാം ഒന്നും അറിഞ്ഞില്ല. നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടുന്ന മൊമെന്റ്സ് ആണ് ഇതെല്ലാം. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഈ ദിവസത്തിൽ ചിലപ്പോ ഏറ്റവും നല്ലൊരു മൊമെന്റ് ആയിരിക്കും. അറിയാതെ പെട്ടെന്ന് കിട്ടുന്ന ഒരു സന്തോഷം. അതുപോലെ എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെയുള്ള മൊമെന്റ്സ് ഉണ്ടാവട്ടെ. ശിവകാന്തി ജ്വല്ലറിയിൽ എല്ലാവരും പോയി പർച്ചേസ് ചെയ്യുക. ഇതുപോലെ അവിടുന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടും. നിങ്ങളറിയില്ലേ, നമ്മുടെ ശിവകാന്തി ജ്വല്ലറി ചാലോട് ഓണത്തിന് ഭയങ്കര ഓഫറുകളിലൊക്കെ ഒരുക്കി വെച്ചിട്ട് നമ്മളെ കാത്തിരിക്കുകയാണ്. എന്തൊക്കെ ഓഫർ എന്ന് വെച്ചാൽ ഒരുപാട് ഓഫറാണ് കേട്ടോ. ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ചാലോട്, നമ്മുടെ കണ്ണൂർ ചാലോട് കോടിക്കണ്ടി ബിൽഡിങ്ങിലാണ് ഈ ഒരു ജ്വല്ലറി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസുമായിട്ട് ഭയങ്കരമാണ്. അപ്പൊ നമ്മൾ കണ്ടാൽ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും ചെറിയൊരു കട കാണുമ്പോൾ ചെറുതാണെങ്കിലും ഒരുപാട് കളക്ഷനാണ്. ആ കടയിലേക്ക് നമുക്കൊന്ന് പോകാം. അതുപോലെ തന്നെ ഓണത്തിന് നമ്മളെ കാത്തിരിക്കുന്നത് മെഗാ ബമ്പർ സമ്മാനങ്ങളാണ്. ഈ ഓണത്തിന് എന്തൊക്കെ സമ്മാനങ്ങളാണ് ഒരുക്കി വെച്ചിരുന്നത് നമുക്ക് അകത്ത് കയറിയിട്ട് കാണാം. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇവരോട് തന്നെ ചോദിച്ചറിയാം. വാ. ഹായ്, നമസ്കാരം. പേര്? നിവിൻ. സുരേഷ്. പിന്നെ ഈ വർഷത്തെ ഓണത്തിന് നമ്മൾ എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട്? കസ്റ്റമർക്ക് വേണ്ടി ഫ്രിഡ്ജ് ഉണ്ട്, ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ ഉണ്ട്. മൂന്നാം സമ്മാനം ടി വി LED TV അല്ലെ? എത്ര ഇഞ്ചാന്ന് പറയാൻ പറ്റും? 32 ഇഞ്ച്. അപ്പോ പിന്നെ ഒരുപാട് സമ്മാനങ്ങളുണ്ട് അല്ലെ? പറയും നമ്മള് കുക്കറുണ്ട്, സാരി ഉണ്ട്, മുണ്ടുണ്ട്. അതുപോലെ ഈ ഓണത്തിന്റെ ഭാഗമായിട്ട് ഒരു ചോദ്യം ചോദിക്കലും അതുപോലെ അതിനുള്ള സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട് അല്ലെ? ആ ചോദ്യത്തിന് കിറ്റ് ആണ് ഒരുക്കിയിരിക്കുന്നത് അല്ലെ? അതെന്താ അങ്ങനെ ഒരുക്കാൻ കാരണം? കിറ്റ് കൊടുക്കാൻ കാരണം ഓണായതുകൊണ്ട് ഓണത്തിന് കിറ്റ് ഒരുക്കി വെച്ചത് അല്ലെ? ഭക്ഷണം കഴിക്കുക, സന്തോഷിക്കുക. ഒരു 10 പേരുടെ വയറ് നിറയാന്ന് പറഞ്ഞാൽ അതിലപ്പുറം പുണ്യം വേറെ ഒന്നുമില്ല അല്ലെ? അപ്പൊ 5 ചോദ്യം ചോദിക്കുമ്പോ 5 കുടുംബങ്ങളിലേക്കാണ് ഈ കിറ്റ് പോകുന്നത് അല്ലെ? ചിലപ്പോ അതിൽ 5 ആളുണ്ടാവാം, 10 ആളുണ്ടാവാം, അല്ലെ 2 ആളുണ്ടാവാം. അപ്പൊ അത്രയും ആളെ വയറ് നിറക്കുന്ന ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്നൊരു ശരിക്കും വലിയൊരു പുണ്യം തന്നെയാണ്. മെഗാ സമ്മാനമായിട്ട് ഒരുക്കി വെച്ചത് ഡബിൾ ഡെക്കർ ഫ്രിഡ്ജ്, അതുപോലെ വാഷിംഗ് മെഷീൻ, അതുപോലെ LED TV, മറ്റൊരുപാട് സമ്മാനങ്ങളുമായിട്ട് നിങ്ങളെ കാത്തിരിക്കുകയാണ് ശിവകാന്തി ജ്വല്ലറി ചാലോട്. അപ്പൊ നമുക്ക് അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കാണാം, അതുപോലെ ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ കാണാം. ശരിക്കും നമ്മൾ ഈ ജ്വല്ലറിയിൽ വന്നാല് കണ്ണ് ഇങ്ങനെ തള്ളിപ്പോവും. അത്രയും കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇപ്പം കണ്ടില്ലേ, ചെയിൻ്റെ ഒരു ശേഖരം തന്നെയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ചാലോട് ശിവകാന്തി ജ്വല്ലറിയിലാണ്. കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് രസകരമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാല് ശിവകാന്തി ജ്വല്ലറി നൽകുന്ന വലിയൊരു പ്രൈസ് ഉണ്ട്. ഒരു കിറ്റാണ് അവര് നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഒരു കുടുംബത്തിലേക്ക് ഒരു 5 കിലോ അരി ആയാലും 10 കിലോ അരി ആയാലും 1 കിലോ അരി ആയാലും ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭക്ഷണം കഴിക്കുക, ആ വിശപ്പ് മാറ്റുക, അങ്ങനെയുള്ള ഒരു വലിയൊരു പ്രത്യേകത കൂടിയാണ് ഈ ഒരു ശിവകാന്തി ജ്വല്ലറി ഒരുക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവരും വരിക, ഈ ശിവകാന്തി ജ്വല്ലറിയിൽ വന്നിട്ട് ഈ ഒരു ഐറ്റംസ് ഒക്കെ കണ്ട ഞാൻ ശരിക്കും ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ പർച്ചേസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്നില്ല. അപ്പോ ഒരുപാട് കളക്ഷൻസ് പറഞ്ഞാലും തീരാത്ത അത്രയും കളക്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മളുടെ ഓരോ മോഡല് എന്തൊക്കെ മോഡലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ മോഡല് നമുക്ക് പണിഞ്ഞു തരുന്നതാണ്. അതിന് കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് ഇവർ പറയും. അപ്പൊ ആ ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും പണിയുന്നതാണ്. അതുപോലെ തന്നെ ഈ ചോദ്യത്തിനുള്ള ആ പ്രൈസ് സ്പോൺസർ ചെയ്യുന്ന അഭ്യർത്ഥനമാണ് ഇത്. എന്തൊക്കെയുണ്ട്, സുഖം തന്നെയല്ലേ? അപ്പൊ എല്ലാവരും നമ്മുടെ ചാലോട്, കണ്ണൂർ ജില്ലയിലെ ചാലോട് ശിവകാന്തി ജ്വല്ലറിയിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കണം. ഒരുപാട് സമ്മാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് കാണാം.
ശിവകാന്ത് ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കി വെച്ച ഓണ സമ്മാനമാണ് മെഗാ പ്രൈസ് LED TV 32 ഇഞ്ച്, അതുപോലെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് അല്ലേ, ഡബിൾ ഡോർ ഫ്രിഡ്ജ്, കൂടാതെ വാഷിംഗ് മെഷീൻ, ഗോദ്രേജിന്റെ തന്നെ വാഷിംഗ് മെഷീൻ. പിന്നെ കൊടിയ വിട്ട് കൊതിച്ച മല്ലികയെ ഒരു മൊഴി സിരിച്ചു പേസരേ, വായ വച്ച് വാർത്തകളെ ഉറിഞ്ചു പൊട്ട വിരലവറ്റ് അഴുത്തിയ കഴുത്തിൽ കൊളുത്തിയ വെപ്പമിന്നും പോഹല അടിയും പോലെ സെവപ്പു ഇല്ല, കണക്കാൽ കൂടെ കറുപ്പു ഇല്ല, നീ തീണ്ടും മേടം തിത്തിക്കുമേ ഇനി ബാക്കിയോടമ്പ് ചെയ്യ വീണ്ടും ബാക്കിയമേ. ഒരു കസ്റ്റമർ ഒരു ഡിസൈനും കൊണ്ടുവന്നാല് ആ ഡിസൈന് ചെയ്തു കൊടുക്കും. പണിത് പണിത് കൊടുക്കുന്നതാണ്. ഏത് മോഡൽ വേണമെങ്കിലും നമ്മള് അവര് പറയുന്ന വെയിറ്റിന് നമ്മൾ പണിത് കൊടുക്കുന്നതാണ്. എത്ര ദിവസം പിടിക്കും അതിന്? അതിന് 5-6 ദിവസത്തിന്റെ ഗ്യാപ്പിൽ, കാലതാമസത്തിനുള്ളിൽ കൊടുക്കും. 5-6 ദിവസം. അപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഞാൻ ചാലോട് ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്, ശിവകാന്ത് ജ്വല്ലറിന്ന്. വ്യത്യസ്തമായ ഒരു ലുക്കുള്ള ഒരു അടിപൊളി ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ആളോട് ഒരു ചോദ്യം ചോദിച്ചു നോക്കാം. ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. പേരെന്താ? രത്നാകരൻ. ഇപ്പം ഈ ഇവിടെ കാണുമ്പോൾ വ്യത്യസ്തമായ ഒരു ലുക്കാണ് ചേട്ടന്. എന്താ ഈ ലുക്കിന്റെ ഒരു പ്രത്യേകത? ലുക്കിന്റെ പ്രത്യേകത എനിക്കറിയില്ല. അല്ല, ഇങ്ങനെ ഉണ്ടാക്കാൻ എന്താണ് ഒരു കാരണം? ഒരു അഭിനയിക്കുന്ന ആളാണോ, അല്ല കലാകാരനാണോ? അല്ല ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ജോലി എന്ത് ചെയ്യുന്നത്? ഡ്രൈവറാണ്. ഡ്രൈവർ. ബസ്സിലാണോ? അല്ല ബസ്സിൽ. ഏത് ബസ്സാ? ബസ് മണിയണ്ടലിലുണ്ട്, സാഹചര്യമുണ്ട്, അങ്ങനെയൊക്കെ പോകുന്നു. അതെ അല്ലേ. അപ്പൊ ഞാൻ വന്നത് ഒരു കുസൃതി ചോദ്യമായിട്ടാണ്. ചോദിക്കട്ടെ? ചോദിച്ചോ. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നമ്മുടെ ചാലോടിലുള്ള ശിവകാന്ത് ജ്വല്ലറി നൽകുന്ന ഒരു ഓണം കിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോത്സാഹന സമ്മാനമായിട്ട് ഒരു കൂപ്പണൊക്കെ ഉണ്ട്. ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോ. കറിയിലിടാൻ പറ്റാത്ത കായം ഏതാ? കറിയിലിടാൻ പറ്റാത്ത കായോ? കുസൃതിയാണ്. പാൽക്കായം അല്ല, അത് കറിയിലിടാം. കറിയിലിടാൻ പറ്റാത്ത കായം ഇപ്പൊ നമ്മുടെ അറിവില് പ്രയാസമാണ്, കിട്ടാൻ പ്രയാസം. കറിയിലിടുന്ന ആണെങ്കിൽ കറിയിലിടുന്ന കായത്തിനെ പറ്റി ചോദിക്കേണ്ട കറിയിലിടാൻ പറ്റാത്തൊരു കായം കുസൃതിയാണ്. അപ്പൊ ആൻസർ പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്രോത്സാഹന സമ്മാനമുണ്ട്. ആയിക്കോട്ടെ. ഒന്ന് കൈ കൊടുത്തൂടെ? തീർച്ചയായും. പാടില്ല. പാട്ട് പാടും, പക്ഷെ ഞാൻ ഇപ്പൊ പാടി കഴിഞ്ഞാൽ ശരിയാവില്ല. ഒന്ന് രണ്ടുപേര് പാടിയ ഏതെങ്കിലും ഒരു പാട്ട്. ഹിന്ദി പാട്ട് പറ്റുമോ? പിന്നെ ഹിന്ദി പാട്ട് പറ്റുമോ? പിന്നെ ഹിന്ദി പാട്ട് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുമല്ല. അല്ലാതെ അറിയുന്ന പാട്ട് രണ്ടുപേര് പാടിയ, ഒരുപാട് പാടണമെന്നില്ല, ഒരു 4 പേര് പാടാം. 4 പേര്. बहुत प्यार करते हैं तुमको सनम, कसम चाहे ले लो, कसम चाहे ले लो, खुदा की कसम, बहुत प्यार करते हैं तुमको सनम. നിങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ? കേരളത്തിന് പുറത്തുണ്ടായിരുന്നോ? എവിടെ? ഗോവ. ചുമ്മാതല്ല, എനിക്കും അങ്ങനെ തോന്നിയത്. ഒരു ഇന്ത്യക്കാരുടെ ആ ഒരു ലുക്ക് തോന്നി, അതാണ് അങ്ങോട്ട് വന്നത്. പിന്നെ എന്തായാലും ആദ്യം തന്നെ നമ്മുടെ നോട്ടീസ് ഒന്ന് പിടിച്ചോളൂ. ഒരുപാട് സമ്മാനങ്ങളുണ്ട് കാത്തിരിക്കുന്നത്. ബമ്പർ സമ്മാനം ഒന്ന് കാണിച്ചോളൂ, മിണ്ടാതിരി. അതിൻ്റെ കൂടെ കൂപ്പൺ മെഗാ ബമ്പർ അടിക്കട്ടെ. ഓക്കെ. പിന്നെ ഓണത്തിന് പായസത്തിൻ്റെ ഇത് വേറെ വാങ്ങണ്ട. ഓക്കെ, താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. നിങ്ങളെയൊക്കെ കണ്ടതിലും എനിക്കും സന്തോഷമുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു 2 പേര് പാടാനും നിങ്ങളെയൊക്കെ കാണാനും
സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കും കിട്ടിയല്ലോ. തീർച്ചയായിട്ടും അതില് ഞാൻ പാടിക്കാം. ഇനി പാട്ട് പാടാൻ എനിക്ക് ഇത് തപ്പി എടുക്കണം. ഒരുപാട് എല്ലാം റെഡാറിലുണ്ട്. പക്ഷെ നിങ്ങൾ കിട്ടണമെങ്കിലെല്ലാം വലിയ പാടാണ്. പെട്ടെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ കുറച്ചൊരു മുൻകൂട്ടി തരാമെങ്കിൽ ഞാൻ കുറച്ച് ഇത് പഠിച്ചിട്ടൊക്കെ വരായിരുന്നു. കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ചാലോട് ശിവാന്തി ജ്വല്ലറിയിൽ ഒന്ന് സന്ദർശിക്കുക. ആയിക്കോട്ടെ, മറക്കരുത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ. അപ്പൊ ശിവാന്തി ജ്വല്ലറിക്ക് വേണ്ടിയിട്ടും ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടും ഒരു ടാറ്റ പറഞ്ഞോളൂ. ഓക്കെ, ബൈ ബൈ, ടാറ്റ. ഹിന്ദി മേ ബോലും മേ ഹിന്ദി പോലും. നമ്മൾ ഒരുപാട് ഓഫർ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട് അല്ലെ. എന്നാൽ ഇവിടുത്തെ ഓഫറും അതിന്റെ കൂടെ പ്രൈസ് കൊടുക്കുന്നത്, അതായത് ഒരു ചോദ്യം ചോദിച്ചാൽ വലിയൊരു കിറ്റാണ്, അതിന്റെ കൂടെ തന്നെ ഒരു കൂപ്പണും കൊടുക്കുന്നുണ്ട്. പിന്നെ ആൻസർ പറയാൻ പറ്റാത്ത ആൾക്കാർക്ക് വേറെ ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് ഒരു പാലട മിക്സും കൂടി കൊടുക്കുന്നുണ്ട്. ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാം ശിവകാന്തി ജ്വല്ലറി ചാലോടിന്റെ വലിയൊരു പ്രത്യേകതയാണ്. എല്ലാ ഷോപ്പിലും ഒരുപാട് ഓഫർ കൊടുക്കും, TV കൊടുക്കും, ഫ്രിഡ്ജ് കൊടുക്കും, മിക്സി കൊടുക്കും. അതിന്റെ കൂടെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ജനങ്ങൾക്ക് സമ്മാനം കൊടുക്കുന്നതായിട്ട് ആദ്യമായിട്ട് കണ്ടതാണ്. എന്നാലും ഇവർക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കാവുന്നതാണ്. വലിയൊരു കാര്യമാണ് അതൊക്കെ. ഒരു സുന്ദരിയെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ആ സുന്ദരിയോട് ഒരു ചോദ്യം ചോദിച്ചാലോ അല്ലേ? പേരെന്താ? സ്നേഹ. സ്നേഹ. എവിടെ വീട്? കൊതേരി. കൊതേരി. പഠിക്കുന്നതാണോ? പഠിപ്പിക്കുന്നതാണോ? വർക്ക് ചെയ്യുന്ന. വർക്ക് ചെയ്യുന്ന എവിടെ? എടയന്നൂർ സ്കൂള്. ടീച്ചറാണ്? അല്ല, ടീച്ചറല്ല, വേറൊരു പോസ്റ്റാണ്. ഓക്കെ ഓക്കെ. ഞാൻ ഒരു കുസൃതി ചോദ്യമായിട്ട് വന്നതാണ്. ഉത്തരം പറയാൻ പറ്റിയാൽ വലിയൊരു കിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ പറയാൻ പറ്റിയിട്ടില്ല എങ്കിൽ പ്രോത്സാഹന സമ്മാനമായിട്ട് 2 സമ്മാനമുണ്ട്, അതും കൂടി തരും. പിന്നെ ചോദ്യം ഇതാണ്, ചോദിക്കട്ടെ? പാട്ട് പാടുക? ഇല്ല. ഉറപ്പാ? ചോദ്യം ഇതാണ്, കറിയിലിടാൻ പറ്റാത്ത കായം ഏതാണ്? കുസൃതിയാണ്, അങ്ങ് ചിന്തിക്കണ്ട. എന്തെങ്കിലും ഐഡിയ? നോക്കട്ടെ. കുറച്ച് ടൈം വേണമെന്നാ പറയുന്നത്. കറിയിലിടാൻ പറ്റാത്ത കായോ? അതെ, കറിയിലിടാൻ പറ്റാത്തത് കായം. കറിയിലിടാൻ പറ്റാത്ത കായം. മനസ്സിലായി, കായത്തിൽ അവസാനിക്കുന്ന എന്തോ. അതെ, കായത്തിൽ അവസാനിക്കുന്നതാണ്. കായത്തിൽ അവസാനിക്കുന്ന വാക്കെന്നുള്ള കുറെ വാക്കുണ്ട്. പക്ഷെ ക്ലൂ എന്തെങ്കിലും കൊടുക്കണ? ക്ലൂ എന്താ കൊടുക്കുക? ക്ലൂ വേണ? അറിയുന്നതായിരിക്കും, പക്ഷെ പെട്ടെന്ന്. അതങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോ നമുക്ക് കായം കായത്തിൽ അവസാനിക്കുന്ന. കറിയിലിടാൻ പറ്റാത്തൊരു കായം. പങ്കായോ? താങ്ക് യു. അതെങ്ങനെ മനസ്സിലായി? ഞാൻ കൊറേ ആലോചിച്ചു കായത്തിൽ അവസാനിക്കുക, പക്ഷെ കായം എന്ന് ആലോചിച്ചേ, പങ്കായം എന്നല്ലേ, അതുകൊണ്ട് മനസ്സിലായി. അതുകൊണ്ട് എന്തായാലും ഉത്തരം ശരിയാണ്, കറക്റ്റാണ്. പങ്കായമാണ് കേട്ടോ, പങ്കായം. അപ്പൊ പങ്കായം അറിയാലോ. അപ്പോ ആദ്യം തന്നെ നമുക്ക് ഒരു നോട്ടീസ്, ശിവകാന്തി ജ്വല്ലറിന്റെ നോട്ടീസ്. ശിവകാന്തിയിൽ പോയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ പോയില്ല. എന്തായാലും ഒന്ന് പോകണം, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, കാണാൻ മറക്കരുത്. അതുപോലെ അടുത്തത് വരുന്നത് വലിയൊരു കിറ്റാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു കൂപ്പൺ ഉണ്ട്. കൂപ്പൺ ആദ്യം നമുക്ക് കിറ്റ് കൊടുക്കാം അല്ലേ? ആദ്യം കിറ്റ്. വണ്ടി ഓണത്തിന്റെ ഫസ്റ്റ് കിറ്റ്. താങ്ക് യു സോ മച്ച്. പിന്നെ വണ്ടി പിടിക്കേണ്ടി വരുമോ? നോക്കാം. കൂപ്പൺ ഉണ്ട്. ഈ കൂപ്പണിൽ മെഗാ സമ്മാനമായിട്ട് അടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, അനുജൻ. മാരീഡ് ആണോ? മാരീഡ് ആണ്. അതെ. ഹസ്ബൻഡ് ഉണ്ട്. ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന. എവിടെ വീട്? കൊതേരി. ഹസ്ബൻഡിന്റെ വീടാണ് കൊതേരി. വീട് മാലൂര്. മാലൂരാണ്. ഓഹോ, മാലൂര് നമ്മളെ പ്രദീപിന്റെ നാട്ടില്. അപ്പൊ ഇപ്പൊ എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളെ കണ്ടിരുന്നു, പക്ഷെ നമ്മൾ എന്താ പ്രോഗ്രാം ഒന്നും അറിഞ്ഞില്ല, വേറെ കാര്യത്തിന് വേണ്ടി പോയതാ. എന്തായാലും സന്തോഷം. അപ്പൊ എന്തായാലും മറക്കാതെ ശിവകാന്തി ഒന്ന് കയറണം, പർച്ചേസ് ചെയ്യുക. ആയിക്കോട്ടെ. അപ്പോൾ ശിവകാന്തി ജ്വല്ലറിക്കും അതുപോലെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്താണ് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? ഇപ്പം നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടുന്ന മൊമെന്റ്സ് ആണ് ഇതെല്ലാം.
അപ്പോൾ എന്താ പറയാ, ഇപ്പൊ ഈ ദിവസത്തിൽ ചിലപ്പോൾ ഏറ്റവും നല്ലൊരു മൊമെന്റ് ആയിരിക്കും. അറിയാതെ പെട്ടെന്ന് കിട്ടുന്ന ഒരു സന്തോഷം. അതുപോലെ എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെയുള്ള മൊമെന്റ്സ് ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ഒരു ഓണാശംസകൾ നേരുന്നു. ഓണാശംസകൾ നിങ്ങൾക്കും. എന്തായാലും അതേപോലെ തന്നെ ശിവകാന്തി ജ്വല്ലറിയിൽ എല്ലാവരും പോയി പർച്ചേസ് ചെയ്യുക. ഇതുപോലെ അവിടുന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടും. അതെ അതെ. എന്തായാലും നമ്മൾ മത്സരിക്കാൻ മുന്നോട്ട് വരണം അല്ലെ, ബാക്കോട്ട് പിന്നോട്ട് മാറിപ്പോകാൻ പാടില്ല അല്ലെ. നമ്മൾക്കിപ്പോ ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല അല്ലെ. നമ്മളെല്ലാ സമയം അങ്ങനെ സ്വർണ്ണമൊന്നും എടുക്കാൻ പോകാറില്ല അല്ലെ. അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടോ ഓണായിട്ട്? ഞാൻ മുക്കുത്തി എടുക്കണം എന്ന് കുറേ ആയി വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നിങ്ങളെ ശിവകാന്തി ജ്വല്ലറിയിൽ തന്നെ എടുക്കാം. തീർച്ചയായിട്ടും ശിവകാന്തി ജ്വല്ലറിയിലേക്ക് വരണം. ഇങ്ങനെ ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഇതിനു മുന്നേ പണ്ട് ചെറുപ്പത്തിൽ എപ്പോഴോ കിട്ടിയതാണ്. ഇപ്പൊ അടുത്തൊന്നും ഒന്നും കാണാറില്ല. നമ്മൾ റീൽസിലൊക്കെ ഇങ്ങനെ കുറെ കാണുമെങ്കിലും എന്റെ അടുത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. നിങ്ങളാണ് ഫസ്റ്റ്. ആ ഒരു ഭാഗ്യം നമുക്കുണ്ട്. അതെ അതെ. എനിക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ചെയ്യാം. പേര് മാംബൂ മീഡിയ. മാംബൂ മീഡിയ. ഓക്കെ. മാംബൂ മീഡിയ. അതുപോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് എല്ലാം ഉണ്ട്. അത് സുരേഷ് ഗോപാലാണ് ഇൻസ്റ്റാഗ്രാം ഒക്കെ. എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഓണാശംസകൾ നേരുന്ന ഒരു ഡാറ്റ പറഞ്ഞു.